നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഉറ്റ ബന്ധുക്കളായ 5 പേരെ യുവാവ് വെട്ടിക്കൊന്നു. മുത്തശ്ശിയും സഹോദരനും അടക്കം സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പെരുമല സ്വദേശി അഫാനാണ് കേരളത്തെ നടുക്കിയ ഈ കൊലപാതകങ്ങൾ നടത്തിയത്. 3 വീടുകളിലായാണ് അഫാൻ ഈ കൂട്ടക്കുരുതി നടത്തിയത്. അഫാന്റെ മൊഴിയനുസരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ 6 പേരെ കണ്ടെത്തി. ഇതിൽ അഫാന്റെ മാതാവ് ഒഴികെ എല്ലാവരും പോലീസ് എത്തും മുമ്പേ മരിച്ചിരുന്നു. അഫാന്റെ 88 വയസ്സുള്ള മുത്തശ്ശി സൽമാ ബീവി, 13 വയസ്സുള്ള സഹോദരൻ അഫ്സാൻ, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, അഫാന്റെ പെൺസൂറത്തെന്ന് സംശയിക്കുന്ന ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഫാന്റെ മാതാവ് ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തി എന്നാണ് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. സൽമാ ബീവിയെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം SN പുരം പുള്ളാളത്തെ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്തി പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദയെയും വെട്ടിക്കൊന്നു. പിന്നീടാണ് പെരുമലയിലെ വീട്ടിലെത്തിയ അമ്മ ഷെമി, പെൺസുഹൃത്ത് ഫർസാന, സ്വന്തം സഹോദരൻ അഫ്സാൻ എന്നിവരെ ആക്രമിച്ചത്. ക്യാൻസർ രോഗിയായ ഷെമി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണ് എല്ലാ കൊലപാതകങ്ങളും നടന്നതെന്ന് SP K സുദർശൻ IPS പറഞ്ഞു. വിഷം കഴിച്ചതായി സംശയമുള്ളതിനാൽ പ്രതി അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനാൽ മൊഴി കൃത്യമായി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നും SP പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൊലപാതകങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പറയാനാകൂവെന്നും SP പ്രതികരിച്ചു. അതേസമയം റിപ്പർ മോഡൽ നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നതെന്നും ചുറ്റിക അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് 23-കാരനായ അഫാൻ 5 പേരെയും കൊലപ്പെടുത്തിയതെന്നും കൊല നടത്തുന്നതിനായി പ്രതി ചുറ്റിക വാങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂട്ടക്കൊലയിൽ പ്രതികരണവുമായി പ്രതി അഫാന്റെ പിതാവ് റഹീം നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെന്നും പെൺകുട്ടിയുമായുള്ള ബന്ധം തന്നെ അറിയിച്ചിട്ടില്ലെന്നും സൗദിയിലുള്ള റഹീം പറഞ്ഞു. അഫാന് മറ്റ് പ്രശ്നങ്ങളുള്ളതായി ഒരു വിവരവും അറിയില്ലെന്നും റഹീം പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കമാൻഡ് പ്രധാന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും തരൂർ വിവാദവും പുനഃസംഘടനയും സംഘടനാ പ്രശ്നങ്ങളും ചർച്ചയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആശാ വർക്കർമാരുടെ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഈ മാസം 27-ന് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും 28-ന് കോഴിക്കോടും സമരം നടത്തും. ചെയ്ത ജോലിയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നൽകേണ്ടെന്നാണ് സമരസമിതിയുടെ തീരുമാനം. ഓണത്തേറിയം കുടിശ്ശിക കിട്ടിയത് ഡിസംബർ മാസത്തെ മാത്രമാണെന്നും മുഴുവൻ കുടിശ്ശിക നൽകി എന്നത് തെറ്റായ പ്രചരണമെന്നും സമരസമിതി വ്യക്തമാക്കി. ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളാണെന്ന് CPM നേതാവ് എളമരം കരീം പറഞ്ഞു. തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരം കരീമിൻ്റെ വിമർശനം. ചിലർ ആശാ വർക്കർമാരെ വ്യാമോഹിപ്പിച്ചുവെന്നും പെമ്പിളൈ ഒരുമ സമരത്തിന് സമാനമാണ് ആശാ വർക്കർമാരുടെ സമരമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം ന്യായമെന്ന് CPI നേതാവ് ആനി രാജ പറഞ്ഞു. എളമരം കരീമിൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും സമരം ഒത്തുതീർപ്പാക്കാൻ കേരള സർക്കാർ ഇടപെടണമെന്നും ആനി രാജ പറഞ്ഞു. പിന്നിൽ അരാജക സംഘടനകളെന്ന് ആരോപിച്ച് ആശാ വർക്കർമാരുടെ സമരത്തെ CPM തള്ളിയിരുന്നു. അനുനയ നീക്കവുമായി ശശി തരൂരിനെ വിളിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. അവഗണനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച തരൂരിനോട് പരാതികൾ ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതായാണ് വിവരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നോ കമന്റ് പ്രതികരണം ആവർത്തിച്ചു. തരൂരിന് വീഴ്ച പറ്റിയെന്ന് RSP വിമർശിച്ചു. തരൂരിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായമുള്ള സുധാകരൻ പരാതികൾ പരിഗണിക്കാമെന്ന് തരൂരിനെ അറിയിച്ചെന്നാണ് വിവരം. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന CPMൻ്റെ പുതിയ രേഖ ഒരിക്കലും ഞെട്ടലുണ്ടാക്കുന്നതല്ലെന്നും സംഘപരിവാറുമായി സന്ധി ചെയ്തതിൻ്റെ തെളിവാണ് മോദി സർക്കാരിനുള്ള ഫാസിസ്റ്റ് പ്രയോഗത്തിലെ ഇളവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കാരണം കാലങ്ങളായി BJPയുമായുള്ള രഹസ്യബന്ധമാണ് ഇപ്പോൾ പുറത്തായത്.
കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്ന് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളല്ല, നവഫാസിസ്റ്റുകളുമല്ല. ഇങ്ങനെ പോയാൽ അവർ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് CPM കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ആക്ഷേപങ്ങൾ ഏറെ ഉയരുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഫാസിസത്തോടുള്ള CPMൻ്റെ മൃദു സമീപനമെന്നാണ് രാഷ്ട്രീയ റിപ്പോർട്ട്. BJPയും RSSും ഫാസിസ്റ്റല്ല എന്ന CPM പാർട്ടി കോൺഗ്രസ് കരട് പ്രമേയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് മറിക്കാനുള്ള അടവ് നയത്തിൻ്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ പരാതിക്കാർക്ക് പണം തിരിച്ചു നൽകാൻ നടപടി തുടങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകിയത്. 8 പരാതിക്കാർ 6 പേർക്ക് 80 ലക്ഷം രൂപയുടെ ചെക്ക് കൊച്ചി ED ഓഫീസിൽ വെച്ച് നേരിട്ട് കൈമാറി. കേസിൽ 6 പ്രതികൾക്കെതിരെ ED കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം നൽകിയെന്ന് വിചാരണ തുടങ്ങാനിരിക്കെയാണ് പരാതിക്കാർക്ക് പണം തിരികെ നൽകിയത്. ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയായി മദ്യവും പണവും ആവശ്യപ്പെട്ട കേസിൽ എറണാകുളം മുൻ RDO ജേഴ്സന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതി തള്ളി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ജേഴ്സൺ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. ഇയാൾക്കൊപ്പം അറസ്റ്റിലായ ഏജന്റ് രാമപ്പടിയാർക്കും ജാമ്യം നൽകിയില്ല. 2ാം പ്രതി സജേഷിന് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യാപേക്ഷ തള്ളിയതോടെ ജേഴ്സൺ, രാമപ്പടിയാർ എന്നിവരെ റിമാൻഡ് ചെയ്തു. പണിമുടക്കി സമരം ചെയ്ത കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയിലെ അംഗങ്ങൾക്ക് എതിരെയുള്ള പ്രതികാര നടപടിയിൽ നിന്ന് KSRTC പിന്മാറി. പണം മുടക്കിയവർക്ക് ഡയസ്നോൺ ബാധകമാക്കി 1 ദിവസത്തെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനമാണ് KSRTC മാനേജ്മെന്റ് പിൻവലിച്ചത്. പ്രതിഷേധം ശക്തമായതോടെയാണ് പുതിയ നടപടി. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുനരധിവാസ മേഖലയിലെ ആനകളെ കാട്ടിലേക്ക് തുരത്തിയോടിക്കാൻ തീരുമാനമായി. RRTയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സമീപ പ്രദേശങ്ങളിൽ RRT സഹായം തേടാനും തീരുമാനമായി. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ BJP നേതാവ് BC ജോർജിനെ റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്യലിന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നാടകീയമായി ഈരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങിയ PC ജോർജിന് കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ തീരുമാനം. അതേസമയം PC ജോർജിനെ ECG വേരിയേഷൻ കണ്ടെത്തിയതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ECGയിൽ വ്യതിയാനം കണ്ടെത്തിയത്. മുതിർന്ന നേതാവ് PC ജോർജിനെ സർക്കാർ വേട്ടയാടുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. PCയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ചാനൽ ചർച്ചയിൽ സംഭവിച്ച ഒരു നാക്കുപിഴയുടെ പേരിൽ അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിച്ചിരുന്നു. എന്നാൽ ഒരു തീവ്രവാദിയെ പോലെയാണ് സർക്കാർ PC ജോർജിനോട് പെരുമാറിയത് എന്നും അദ്ദേഹം വിമർശിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.